വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ സെൻറ്റൻസുകൾ പറയുന്നതിനോടൊപ്പം ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി പറയുന്ന സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും ശ്രമിക്കണം കേട്ടോ. അതായത് വീട്ടിലുള്ള കുട്ടികളോടായാലും വീട്ടിലുള്ളവരോടായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നിനക്കെന്താ ഒരു മടി പോലെ തോന്നുന്നു. നിനക്കെന്താ ഒരു മടി പോലെ എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും? ഇപ്പം നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട്, നിനക്കെന്താ ഒരു മടി പോലെ അല്ലേ? അത് നമുക്കുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? Why do you seem so lazy? Why do you seem so lazy? ഇവിടെ ലേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി എന്നാണ്. അതുപോലെ തന്നെ ഈ സീം എന്ന് ആഡ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ ഒരു തോന്നലാണല്ലോ നമ്മൾ പറയുന്നത്. നിനക്കെന്താ ഒരു മടി പോലെ അല്ലേ? അത് മേ ബി നമ്മുടെ തോന്നലായിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, Why do you seem so lazy? നെക്സ്റ്റ്, നീ ക്ഷീണിച്ചതുപോലെ തോന്നുന്നു അല്ലേ? നീ ക്ഷീണിച്ചതുപോലെ തോന്നുന്നു. യു സീം ടയേർഡ്. യു സീം ടയേർഡ്, അത് നമ്മുടെ ഒരു തോന്നലാണ്. യു സീം ടയേർഡ്. സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുക എന്ന്. യു സീം ടയേർഡ്, നീ ക്ഷീണിച്ചതുപോലെ തോന്നുന്നു. നെക്സ്റ്റ്, അവൾ സന്തോഷവതിയായി തോന്നുന്നു എന്ന് പറയാറുണ്ടല്ലോ. അവൾ സന്തോഷവതിയായി തോന്നുന്നു, അതും എൻ്റെ ഒരു തോന്നലാണ്. ഞാനിപ്പം എൻ്റെ ഒരു ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നമുക്ക് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരെങ്കിലും ഒന്ന് കാണുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, അവൾ സന്തോഷവതിയായിട്ട് തോന്നുന്നു. നമ്മൾ തോന്നൽ പറയുകയാണ്. അപ്പം എങ്ങനെ പറയുക? അവളാണ് ഇവിടെ അല്ലേ? അതുകൊണ്ട് തന്നെ ഷീ സീംസ് എന്ന് പറയാം. ഷീ സീംസ് ഹാപ്പി, അവൾക്ക് സന്തോഷമുള്ളതായി തോന്നുന്നു എന്നാണ്. അപ്പോൾ അവിടെ സീംസ് എന്ന് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? ഷീ സീംസ് ഹാപ്പി. ഇനി അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ പറയുകയാണ്, അവൾക്ക് എന്തോ ദുഃഖമുള്ളത് പോലെ തോന്നുന്നു. അവൾക്ക് എന്തോ ദുഃഖമുള്ളത് പോലെ തോന്നുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് അവൾക്ക് സന്തോഷമുള്ളത് പോലെ തോന്നുന്നു എന്നാണ്. എന്നാൽ ഇവിടെ അവൾക്ക് എന്തോ ദുഃഖമുള്ളത് പോലെ തോന്നുന്നു. എന്താണെന്ന് നമുക്കറിയില്ല. ഇതെങ്ങനെ പറയാം? ഷീ സീംസ് ടു ബി സാഡ് അബൌട്ട് സംതിങ്. അബൌട്ട് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ദുഃഖമുള്ളത് പോലെ തോന്നുന്നു. ഷീ സീംസ് ടു ബി സാഡ് അബൌട്ട് സംതിങ്. അവൾക്ക് എന്തോ ദുഃഖമുള്ളത് പോലെ തോന്നുന്നു. എന്തോ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? സംതിങ് എന്ന് യൂസ് ചെയ്തു. അബൌട്ട് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്തോ ദുഃഖമുള്ളത് പോലെ തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഡസ് ഷീ ഹാവ് സംതിങ് ബോദറിങ് ഹർ? ഡസ് ഷീ ഹാവ് സംതിങ് ബോദറിങ് ഹർ? അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? നമ്മൾ ചോദിക്കുകയാണ് അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് നിന്റെ വിഷമം, അല്ലെങ്കിൽ എന്താണ് നിന്നെ വിഷമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? എന്താണ് നിന്റെ വിഷമം, അല്ലെങ്കിൽ എന്താണ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിന്നെ വിഷമിപ്പിക്കുന്നത്, ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. വാട്ട് ഈസ് ബോദറിങ് യു? വാട്ട് ഈസ് ബോദറിങ് യു? ബോദറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിപ്പിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളതിനാണ് നമ്മൾ ട്രബിളിൻ്റെ വേറൊരു വേർഡാണ് ബോദറിങ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ബോദറിങ് യു? എന്താണ് നിന്നെ വിഷമിപ്പിക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ്, എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ കഴിയില്ല. ഇപ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് എന്നെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ആൻസർ പറയാം. ആ ശബ്ദം എന്നെ വിഷമിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ശബ്ദം എന്നെ ബുദ്ധിമുട്ടാക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ദാറ്റ് നോയ്സ് ഈസ് ബോദറിങ് മീ. ദാറ്റ് നോയ്സ് ഈസ് ബോദറിങ് മീ. ആ ശബ്ദം എന്നെ ബുദ്ധിമുട്ടാക്കുന്നു അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ് നോയ്സ് ഈസ് ബോദറിങ് മീ. അപ്പോൾ ബോദറിങ് എന്നുള്ള ആ ഒരു വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതുപോലെയുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ബോദറിങ്ങിന് പകരം നമുക്ക് ടെറിബിൾ എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം, അപ്സെറ്റ് യൂസ് ചെയ്യാം, ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തെങ്കിലും കാര്യം അവളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? എന്തെങ്കിലും കാര്യം അവളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ എന്ന് നമ്മളൊരാളോട് ചോദിക്കുകയാണെങ്കിൽ ഈസ് സംതിങ് ബോദറിങ് ഹർ? ഈസ് സംതിങ് ബോദറിങ് ഹർ? എന്തെങ്കിലും കാര്യം അവളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷമങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പം അതുപോലെയുള്ള എന്തെങ്കിലും വിഷമം അവൾക്കുണ്ടാകും എന്നെങ്ങനെ പറയാം? ഒരു പോസിബിളായൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഉണ്ടാകും എന്നാണ്. കാരണം നമുക്കറിയില്ല, അവൾക്ക് എന്തോ വിഷമം ഉണ്ടാകും.
മേ ബി സംതിങ് ഈസ് ബോദറിങ് ഹെർ. മേ ബി സംതിങ് ഈസ് ബോദറിങ് ഹെർ. ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകും എന്ന് പറയുമ്പോൾ മേ ബി സംതിങ് ഈസ് ബോദറിങ് ഹെർ. ഈ മേ ബി, മൈറ്റ് ബി, കുഡ് ബി ഇതൊക്കെ നമുക്കൊരു പോസിബിലിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വലിയൊരു സെൻറ്റൻസ് ആണ്. ഞാൻ ഇന്നലെ നിന്റെ വീട്ടിലേക്ക് വരണമെന്ന് കരുതിയിരുന്നു, പക്ഷേ എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്നതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്നലെ നിന്റെ വീട്ടിലേക്ക് വരണമെന്ന് കരുതിയിരുന്നു, പക്ഷേ എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്നതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. സിമ്പിളാണ് അല്ലേ? നമുക്ക് ഇതുപോലെയുള്ള വലിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഈസിയാണ്. എങ്ങനെ പറയുക? ഞാൻ ഇന്നലെ നിൻ്റെ വീട്ടിലേക്ക് വരാൻ കരുതിയിരുന്നു, വിചാരിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ട് ഐ തോട്ട് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഐ തോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഐ വാസ് പ്ലാനിങ് എന്ന് പറയാം അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയാം. നമ്മളെപ്പോഴും പറയാറുള്ളത് ഐ തോട്ട്, ഞാൻ കരുതിയിരുന്നു. ഐ തോട്ട് ഐ വുഡ് കം ടു യുവർ ഹൗസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ നിൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് കരുതിയിരുന്നു. ബട്ട് ഐ കുഡിൻറ്റ്, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. ബിക്കോസ് സം ഗെറ്റ്സ് കെയിം ടു മൈ ഹൗസ്. നമുക്കിത് ഐ വാസ് പ്ലാനിങ് യൂസ് ചെയ്ത് എങ്ങനെ പറയാം? ഐ വാസ് പ്ലാനിങ് ടു കം ടു യുവർ house yesterday, but I couldn't because some guests came to my house. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഞാൻ തരാം. നീ ഇന്നലെ നേരത്തെ ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ് ഒരാളോട്. നമുക്ക് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മോട് ആരെങ്കിലും ചോദിക്കുകയാണ് നീ ഇന്നലെ നേരത്തെ ഉറങ്ങിയോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണം ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവിടെ ഭയങ്കര നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് വീഡിയോസ് കറക്റ്റായിട്ട് എനിക്ക് ഇടാൻ പറ്റാത്തത് കേട്ടോ. സമയത്തിന് ചിലപ്പോൾ വീഡിയോ ഇട്ടെന്ന് വരില്ല. 6 മണി എന്നുള്ളത് 5 മണി, 5 മണി എന്നുള്ളത് ചിലപ്പോൾ 8 മണിയൊക്കെ ആയേക്കാം. വീഡിയോ എന്തായാലും സമയമല്ലെങ്കിലും അപ്ലോഡ് ചെയ്യും, നിങ്ങൾ കാണുക കേട്ടോ. കാരണം നെറ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.